നമ്മുടെ നാട് ഉണരുന്നു, കാഹളം മുഴങ്ങുന്നു. ഞാൻ 30 രൂപ അനൗൺസ്മെന്റ് തുടങ്ങിയതാ. സൂപ്പർ സാർ, രജനീകാന്ത് സാറ്. രജനീകാന്തൊക്കെ ഈ കൈ കിടന്ന് കുറെ ഓടിയല്ലേ. ഒരുപാട് ഇടയ്ക്ക് ജഗദീശയുടെ കൈ പിടിച്ചിരിക്കുന്ന ആ സീൻ വന്നപ്പം പടം പൊട്ടിപ്പോയി, വിളിയും പൊട്ടിപ്പോയി. എൻ്റെ പൊന്നോ, എൻ്റെ പെണ്ണുപിള്ള ദയനീയമായിട്ടല്ലേ. അത് എൻ്റെ അമ്മയുണ്ട് കൂടെ. എൻ്റെ അമ്മ തെരുവിളി എൻ്റെ അമ്മ ദയനീയമായിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഈ നാളെ തൊട്ട് പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് മൈക്കാട് പണിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അങ്ങോട്ട് 300 പേർക്കോളം ഞാൻ ഡബ് ചെയ്ത് കൊടുത്തു. 300, അത് പത്രങ്ങളിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്നൊന്നും നമുക്ക് അംഗീകാരം കിട്ടാറില്ല. പ്രൊഫസർ നയനാൻ കോശിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് പ്രൊഫസർ PJ കുര്യനെ വകച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. എൻ്റെ ആഗ്രഹം ഏതെങ്കിലും ഒരു സിനിമയിലും തല കാണിക്കണം. പിന്നെ എൻ്റെ ആഗ്രഹം, എനിക്ക് ഇത്ര നല്ല ശബ്ദം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. മൈക്കിനകത്തൂടെ കേൾക്കുമ്പോൾ എൻ്റെ ശബ്ദം കൊള്ളാം, അത് ഡബ് ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം കൊള്ളാമെന്ന് ഞാനല്ല, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും ഒരു ചെറിയ വേഷം കൊല്ലൊന്നും ഡബ് ചെയ്തേക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പൂത്തുലിഞ്ഞ മുല്ലവള്ളിയും പാതി വിടർന്ന പാരിജാതവും പാലപ്പൂവിൻ്റെ പരിമളവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ മഹാബലി തമ്പുരാനെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മണ്ണിലേക്ക് സ്വാഗതം. അതിൻ്റെ പ്രഭ തൂവിക്കൊണ്ട് എഴുന്നള്ളുന്ന മഹാബലി തമ്പുരാനെ തൂശനിലയിൽ തുമ്പപ്പൂ ചോറ് വിളമ്പി കോടി കൊടുത്ത് ഓണപ്പൂക്കളമിട്ട് ഓണപ്പാട്ടുപാടി വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഈ ഓണാഘോഷവേള സംഗീതമയമാക്കി തീർക്കുന്നതിന് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമസ്കാരം. വ്യത്യസ്തനായ ഒരു അനൗൺസറുടെ കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലെ സിനിമാ തിയേറ്ററുകളുടെ പരസ്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടുവരുന്ന വാഹനങ്ങളിലെ അനൗൺസർമാരെ നമുക്ക് പലർക്കും ഓർമ്മയുണ്ട്. തിയേറ്ററുകൾ അടച്ചുപൂട്ടിയപ്പോൾ പലർക്കും തൊഴിലില്ലാതായി. പിന്നീട് അവർ എന്ത് ചെയ്തുവെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അത്തരത്തിൽ സിനിമാ തിയേറ്ററിൽ അനൗൺസറായിരുന്ന ഒരാളുടെ ജീവിതകഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. എൻ്റെ പേര് ഷാനവാസ്. ചെങ്ങന്നൂർ ചെറിയനാടാണ് എൻ്റെ സ്വദേശം. അനൗൺസ്മെൻറ്റ് മേഖലയിൽ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ് ഞാൻ. ഏകദേശം കുറേ കാലങ്ങളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആദ്യകാലമൊക്കെ സിനിമാ തിയേറ്ററിലായിരുന്നല്ലേ? സിനിമാ തിയേറ്ററിലെ അതാണ് അറിയേണ്ടത്. കാരണം സിനിമാ തിയേറ്ററുകൾ അടച്ചു പൂട്ടിയപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്ന് പിന്നീട് ആരും ചിന്തിച്ചിട്ടില്ല. ഇവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അത് സത്യത്തിലെ പ്രേക്ഷകർക്കും അറിയത്തില്ല. പ്രേക്ഷകർ വിചാരിക്കും മറ്റു പണിക്ക് എന്തെങ്കിലും പോയി കാണുമെന്ന്. തിയേറ്ററുകൾ അടച്ചു പൂട്ടിയപ്പം ഞാൻ സിനിമാ തിയേറ്ററിൽ അനൗൺസറായി ടിക്കറ്റ് വാങ്ങിക്കാൻ നിന്നു. അതിനുശേഷം ആ തിയേറ്ററിലെ ഫിലിം ഓപ്പറേറ്ററായി ഒരുപാട് നടന്മാരൊക്കെ ഈ കരങ്ങൾ ഓടി പറഞ്ഞിട്ടുള്ളതാണ്. ഈ തമിഴ് സൂപ്പർ സാർ, രജനീകാന്ത് സാറ്. രജനീകാന്തൊക്കെ ഈ കൈ കിടന്ന് കുറേ ഓടിയല്ലേ. ഒരുപാട് പേര് നടന്മാരൊക്കെ ഈ കരകളിലൂടെ ഓടിയിട്ടുള്ള എന്നൊക്കെ ഭയങ്കര രസമാണ്. നമ്മളെ തിരക്കി ഈ ജനങ്ങൾ വന്ന് കാത്തു നിൽക്കും. ഓപ്പറേറ്റർ വരുന്നില്ല. അപ്പം നമ്മളൊരു സൈക്കിൾ എടുത്തോണ്ട് അന്ന് സൈക്കിളൊക്കെ, വണ്ടിയൊന്നുമില്ല, സൈക്കിൾ ചവിട്ടി തിയേറ്ററിൽ ചെല്ലുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര അംഗീകാരമാണ്. അതുകൊണ്ട് വന്ന് ഷാനവാസ് വന്നെന്ന് പറയും. ഈ ഓപ്പറേറ്റർമാർ ചെന്നിട്ട് വേണമല്ലോ ഇത് കറക്കി ഫിലിം റോൾ ചെയ്തിട്ട് വേണം ഇതിനെ കയറ്റി പടം ഓടിക്കാൻ. ഉത്സവം ഞങ്ങളുടെ ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭയങ്കര ഉത്സവം 10 ദിവസം. ആ 10 ദിവസക്കാലവും അവിടെ ഞാനാണ് പടം ഓടിക്കുന്നത്. അത് അന്ന് 4-5 ഷോ. ചെറിയനാട് സന്ധ്യ ഉണ്ടായിരുന്നു, മാങ്കാനൂർ കുമാരി ഉണ്ടായിരുന്നു, ചെങ്ങന്നൂർ KR തിയേറ്റർ. തിയേറ്ററിലൊക്കെ അനൗൺസറായിരുന്നു. അന്നത്തെ ഒരു അനൗൺസ്മെൻറ്റ് ഓർമ്മകളിലേക്കൊന്ന് പോകും. കാരണം ഈ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കുന്ന നോട്ടീസ് എടുക്കാൻ ഓടിയൊരു ബാല്യം എനിക്കുമുണ്ട്. ഈ അനൗൺസ്മെൻറ്റ് വാഹനം പോകുന്നു, അതിൻ്റെ പരസ്യം വിളിച്ച് പറയുന്ന ഒരു നോട്ടീസ് ഇട്ട് തരുന്നു. ഈ ഒരു നോട്ടീസ് എടുക്കാൻ വേണ്ടി സ്കൂളിൽ പോകുന്ന നമ്മൾ ഇതിൻ്റെ പുറകിൽ ഓടും. അങ്ങനൊരു ബാല്യവും കാലവും. കുട്ടികളെല്ലാം അന്ന് ഈ ഒരു അംബാസഡർ കാറായിരുന്നു. ആ അംബാസഡർ കാറ് നമ്മൾ 2 കോളാമ്പിയ റെമ്പറ്റ്, ഇന്ന് വലിയ റെമ്പറ്റുണ്ട്, ആ റെമ്പറ്റ് വെച്ച് കെട്ടിയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും കണക്ട് ചെയ്യും. ഇന്നത്തെ കൂട്ട് വലിയ സൗണ്ട് സിസ്റ്റം ഒന്നുമില്ല. എനിക്ക് ഓർമ്മയിലുള്ള 1-2 കാര്യങ്ങളാണ്. ഇതാ നിങ്ങളുടെ ഏറ്റവും അടുത്ത കലാക്ഷേത്രമായ ചെറിയനാട് സന്ധ്യ ടെക്കേസിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ് മൾട്ടി കളർ ചലച്ചിത്രം, സിനിമാസ്കോപ്പ് കളർ ചിത്രം. ജയൻ, നസീർ, ജയഭാരതി, സീമ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഈ ചിത്രം കാണുവാൻ, ആസ്വദിക്കുവാൻ നിങ്ങളെ ഇവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചെറിയനാട് സന്ധ്യ ടെക്കേസിലേക്ക്. അതുപോലെ തന്നെ കൊല്ലകിടവ് കവിത, അതുപോലെ തന്നെ മാങ്കാനൂർ കുമാരി, ജയന്, സീമ, നസീർക്ക് അഭിനയിക്കുന്ന മൾട്ടി കളർ ചലച്ചിത്രം, സിനിമാസ്കോപ്പ് കളർ ചലച്ചിത്രം എന്നൊക്കെ പറയുമ്പം പ്രേക്ഷകർ ഓടി വരുവാണ് നോട്ടീസ് വാങ്ങിക്കാനും ഒക്കെ. ജയൻ്റെയൊക്കെ ശരപഞ്ചരമൊക്കെ ഞാൻ ഓടിച്ച പടങ്ങളാണ്. ശരപഞ്ചരം, കോളിളക്കം, അങ്ങനെ ഒരുപാട് അന്നത്തെ ഹിറ്റ് ചിത്രങ്ങൾ ഓടിക്കാൻ. തിയേറ്റർ മേഖലയിൽ എത്ര വർഷം ജോലി ചെയ്തു?
അത് ഒരു 10-15 വർഷം ജോലി. 15 വർഷത്തോളം ജോലി ചെയ്തു. അനൗൺസ്മെൻറ്റും ഉണ്ട്. അനൗൺസ്മെൻറ്റും ഫിലിം ഓപ്പറേറ്ററായിട്ടും ടിക്കറ്റ് വാങ്ങിക്കാനും ഒക്കെ. ആദ്യം തിയേറ്റർ മേഖലയിൽ ചെല്ലുന്നത് സൈക്കിൾ പാസ് വാങ്ങിക്കാനാണ്. പിന്നെ അവിടെ ടിക്കറ്റ് വാങ്ങിക്കാൻ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓപ്പറേറ്ററായി. ഇതെങ്ങനെ പഠിച്ചു? ഇത് ഈ ഓപ്പറേറ്ററിനൊക്കെ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യങ്ങളല്ലേ? പഠിക്കേണ്ട കാര്യം അത് നമ്മുടെ വീടിനടുത്തൊരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ ജോലിയിൽ ഏർപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യാനായിട്ട് നിന്ന് എന്നെ പഠിപ്പിച്ച് കൊണ്ടുവന്നത്. അത് ഭയങ്കര രസമാണ്. ഫിലിമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കൂട്ടല്ലല്ലോ, ഭയങ്കര പൊതുജനം ഭയങ്കര തെറിവിളിയാണ്. തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കും. പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാരെ ഓടുന്നതിനിടയ്ക്ക് ഫിലിം പൊട്ടിപ്പോവും. പൊട്ടിപ്പോവും. കോട്ടൺ പ്രിൻ്റ് അല്ലേ, കോട്ടൺ കൊണ്ട് പോളിസ്റ്ററും ഉണ്ട്. അപ്പം ഞാൻ വിഭാഗിതനാണ്. എൻ്റെ കുഞ്ഞിനെയും ഭാര്യയും കൂടെ ഒരു ദിവസം പടം കാണിക്കാനായിട്ട്, അത് കിലുക്കോ എന്ന് പറയുന്ന പടമാണ് കാണിക്കാനായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഇങ്ങേപ്പുറത്തെ പ്രൊജക്ടർ റൂമിൽ ഇങ്ങനെ തൊട്ട് റിസർവേഡ് ഉണ്ട്. അവിടെ എനിക്ക് കാണത്തക്ക രീതിയിൽ ഞാൻ കൊണ്ടിരുത്തി. തിരക്കല്ലേ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇതിടയ്ക്ക് ജഗദീശയുടെ കൈ പിടിച്ചിരിക്കുന്ന ആ സീൻ വന്നപ്പം പടം പൊട്ടിപ്പോയി, ഫിലിം പൊട്ടിപ്പോയി. എൻ്റെ പൊന്നോ, എൻ്റെ പെണ്ണുപിള്ള ദയനീയമായിട്ടല്ലേ. അത് എൻ്റെ അമ്മയുണ്ട് കൂടെ. എൻ്റെ അമ്മ തെരുവിളി. എൻ്റെ അമ്മ ദയനീയമായിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഈ നാളെ തൊട്ട് പള്ളിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് മൈക്കാട് പണിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ്. അന്ന് 2 ഷോ ആയിരിക്കും. പക്ഷോ സെക്കൻഡ് ഷോ, മാറ്റിൻ ഷോ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് കാണത്തില്ല. അപ്പോൾ പകൽ പണിക്ക് പോയിട്ടാണ് 5:30 പണിയും കഴിഞ്ഞ് വന്നിട്ടാണ് രാത്രി പടം പണിക്ക് പോകുന്നത്. ഞാൻ ചെയ്ത പണിയില്ല, കാരണം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. മൈക്കാട് പണി, കരിങ്കല്ല് ചുമ്മാൻ, അത് കഴിഞ്ഞ ശേഷം മേശിരി പണി, എന്തിന് നമ്മൾ തെങ്ങിന് തടവെടുക്കാൻ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അന്നെല്ലാം നമ്മുടെ ഉള്ളിൽ ഈ കലാ കിടപ്പുണ്ട്. നമ്മൾ പ്രോത്സാഹിപ്പിക്കാനോ സാമ്പത്തികപരമായിട്ട് സഹായിക്കാനൊന്നും ആരുമില്ല. കാരണം ഞാൻ ഒരു 5-6 വയറ് കഴിയണമായിരുന്നു. ഞാൻ വേണം കൊണ്ടുവന്ന് കഴിയണം. കഷ്ടപ്പെട്ട് നല്ലപോലെ പാറമടയിലൊക്കെ പാറയൊക്കെ ചുമ്മാ പോയിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ അവിടെ ബുധനപ്പാടത്തൊക്കെ ഞങ്ങൾ ചെളി അടിക്കാനൊക്കെ അന്ന് ചൂളയുള്ള സമയത്ത് ചെളി അടിക്കാനൊക്കെ പോകുമായിരുന്നു. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലമാണ്. ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. മൈക്കാട് പണിയൊക്കെ എന്ത് പണി ചെയ്യാൻ. എങ്ങനെയാണ് ഈ അനൗൺസ്മെൻറ്റ് ഞാൻ അന്ന് തിയേറ്ററിലെ ജോലി ഉണ്ടല്ലോ, തിയേറ്ററിലെ ജോലിയായിട്ട് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഈ പാർട്ടിയുടെ പരിപാടിക്കൊക്കെ പോകുമ്പോഴേ സൈക്കിളിൽ ഹോണ് വെച്ച് കെട്ടി മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു. ഓണാഘോഷ പരിപാടികൾക്കൊക്കെ പൂത്തുലിഞ്ഞ മുല്ലവള്ളിയും പാതി വിടർന്ന പാരിജാതവും പാലപ്പൂവിൻ്റെ പരിമളവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ മഹാബലി തമ്പുരാനെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മണ്ണിലേക്ക് സ്വാഗതം. അതിൻ്റെ പ്രഭ തൂവിക്കൊണ്ട് എഴുന്നള്ളുന്ന മഹാബലി തമ്പുരാനെ തൂശനിലയിൽ തുമ്പപ്പൂ ചോറ് വിളമ്പി കോടി കൊടുത്ത് ഓണപ്പൂക്കളമിട്ട് ഓണപ്പാട്ടുപാടി വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഈ ഓണാഘോഷവേള സംഗീതമയമാക്കി തീർക്കുന്നതിന് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു അത് ഇലക്ഷൻ വർക്കിനൊക്കെ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സ്ഥാനാർത്ഥികൾക്ക് അങ്ങനെ പോയി തുടങ്ങി. പിന്നീട് പിന്നെ അവർ വിളിക്കുന്നുണ്ട്. അവർ ഈ ശബ്ദം ഇഷ്ടപ്പെട്ടോടെ, അതിൻ്റെ ശബ്ദം അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു അനൗൺസ്മെന്റ് ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? രാഷ്ട്രീയ വ്യത്യാസമല്ലോ. ഒരുപാട് പേർക്ക്, ഒത്തിരി പേർക്ക് ആർക്കൊക്കെ ആണെന്ന് ഓർമ്മ പറയാം. കഴിഞ്ഞ അങ്ങേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അങ്ങോട്ട് 300 പേർക്കോളം ഞാൻ ഡബ് ചെയ്ത് കൊടുത്തു. 300, അത് പത്രങ്ങളിലുണ്ടായിരുന്നു. അതായത് നമ്മൾ ലൈവ് അനൗൺസ് ചെയ്യുന്ന കാലമൊക്കെ മാറിയതിന് ശേഷം ഇപ്പോൾ ഡബ്ബിംഗ് ആയി. ഒരുപാട് ആളുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഒരുപാട് ആളുകളെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബ് ചെയ്ത് വിടുന്നൊരു. അപ്പോൾ അതിനകത്ത് ഒരു കൈ നോക്കി 300 പേരുടെ വീട്ടിലും ചെറിയ സെറ്റപ്പോട് കൂടി ചെയ്ത് സ്റ്റുഡിയോയിൽ പോയി ചെയ്ത് 300 പേർക്കോളം ചെയ്ത് ആളുകൾ വിളിച്ചു തുടങ്ങി. ഞാൻ 30 രൂപ അനൗൺസ്മെൻറ്റ് തുടങ്ങിയതാണ്. കാരണം അന്ന് ഈ മൈക്കാട് പണിക്ക് പോവുകയാണെങ്കിലും നമുക്കിത് ആഗ്രഹമുണ്ട്, ഇത് ചെയ്യണമെന്ന്. അപ്പം അവർ പറയും, നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഡിമാൻഡ് കൂടും, നമ്മുടെ ഡിമാൻഡ് കുറയ്ക്കും. അവിടെ പൈസ ഒന്നുമില്ല, 10-50 രൂപ തരാമെന്ന് പറയും. ചില 50 രൂപ, ചില 30 രൂപ തന്ന്. ഞാൻ ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരുപാട് അലഞ്ഞിട്ടാണ് അനൗൺസ്മെൻറ്റിന്. ഇപ്പം ഓരോരുത്തർ പറയും, ഷാനവാസ് എന്നോട് തരാൻ അനൗൺസ്മെൻ്റ് ഉണ്ട്, അവിടെ പോകാമെന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് വണ്ടിയില്ല, ഒന്നുമില്ല. ബസ്സിന് കയറുക, ഇറങ്ങുക, ഓട്ടോ വിളിക്കാൻ പോലും പൈസ ഇല്ലാത്ത കാലം. അന്ന് ഞാൻ നടന്നു പോയി ആ ക്ഷേത്രത്തിലെ ആയാലും ഓണപരിപാടിയുടെ ആയാലും ഞാൻ ചെന്ന് ചോദിച്ച് പറഞ്ഞ് അവർ പറയുന്ന റേറ്റിൽ അനൗൺസറാണെന്ന് അങ്ങോട്ട് പറഞ്ഞ് ഞാൻ ചെയ്യും. എന്നിട്ടിപ്പോൾ താങ്കളായിരിക്കാൻ ഒരു പക്ഷേ പറഞ്ഞു വിടുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ സെക്രട്ടറിയെ കാണും. സെക്രട്ടറി പറഞ്ഞ് ഞാനല്ല, പ്രോഗ്രാം കമ്മിറ്റിയുടെ വേറെ ആളാണെന്ന് പറയും. അവരെ പോയി കണ്ട് ആണ് ഞാൻ പരിപാടി ചെയ്തു. അങ്ങനെയായി. ഇപ്പം ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇപ്പം എൻ്റെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നെ തിരക്കിയ ആൾക്കാർ വരികയാണ്. ഫേസ്ബുക്കിൽ പേജിലൂടെയും ഒക്കെ എന്നെ കണ്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്.
30 വർഷമായി അല്ലേ? 30 വർഷത്തിന് മേളിലോളമായി. പിന്നെ ഉപരി എൻ്റെ നാട്ടുകാരെന്നെ നല്ലപോലെ സഹായിക്കുന്നു, സഹകരിക്കുന്നു, എന്നോട് ആത്മാർത്ഥമായിട്ട് നിന്ന് പരിപാടികളൊക്കെ തരുകയും. ഇതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചല്ലേ? സീരീസിൽ അഭിനയിച്ചു. ഈ ശബ്ദം കൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിലാണോ? ഡബിംഗ് സ്റ്റുഡിയോയിലൊക്കെ വെച്ച ആളുകളെ പരിചയപ്പെടില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഡയറക്ടർമാരെയും കൺട്രോളർമാരെയൊക്കെ പരിചയപ്പെടും. അങ്ങനെ കിട്ടിയ ഒരു അവസരം, അങ്ങനെയൊക്കെ അവസരം കിട്ടി. നല്ല ഹിറ്റായിട്ടുള്ള ഒരു വെബ് സീരീസിൽ അഭിനയിച്ചു. ഞാൻ പേര് ഒതളങ്ങത്തുരുത്ത്. ഒതളങ്ങത്തുരുത്ത് ഞാനിപ്പോൾ വേഷം ചെയ്തിപ്പം കഴിഞ്ഞ ഓണത്തിന് മുമ്പ് ഒരു 3-5 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഷൂട്ട് എപ്പിസോഡ് ഇപ്പോൾ ഉടനെ റിലീസാവും. അതിനുശേഷം ഇപ്പോൾ അടുത്ത ഷൂട്ടിനുള്ള ഡേറ്റ് തന്നിട്ടുണ്ട്. അടുത്ത ഉടനെ തന്നെ കാണും. റെഗുലർ പ്രോഗ്രാമായി. അപ്പോൾ ഈ ക്യാരക്ടറിന് ആരാ ഡബ് ചെയ്യുന്നത്? നമ്മൾ തന്നെ ലൈവ് ഡബിംഗ് ആണോ? ലൈവ് അതും ചെയ്തു തുടങ്ങി. ഞാൻ ഈ അനൗൺസ്മെൻറ്റിന് പോകുമ്പോൾ ചിലപ്പോൾ മേശ്ശേരി പണിക്കോ മൈക്കാട് പണിക്കോ പോകുകയാണെങ്കിൽ ചിലപ്പം വണ്ടി സെറ്റുമായിട്ട് അവിടെ വരും, എന്നെ തിരക്കി. ചിലപ്പോൾ ആൾക്കാർ വിളിക്കും. ചിലപ്പോൾ വീട്ടിൽ ചെല്ലുന്ന വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും. ചിലപ്പോൾ മേശ്ശേരി പറഞ്ഞ നാളെ തൊട്ട് നീ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനുള്ള പണിക്കാണോ കൂടുതൽ പൈസ കിട്ടിയിട്ടുള്ളത്, അനൗൺസ്മെൻറ്റിനാണോ അന്നത്തെ കാലത്ത്? ഇപ്പം നമുക്ക് ലാഭം അനൗൺസ്മെൻറ്റാണ്. പൈസ നമ്മൾ പറയുന്ന പൈസ നമുക്ക് തരും. കാരണം പ്രൊഫഷണൽ ആയതുകൊണ്ട് പൈസ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാം. അപ്പം പക്ഷേ എന്നാലും അതിനകത്ത് കണക്കുണ്ടല്ലോ, ഓരോരുത്തർക്ക് കണക്കുണ്ടല്ലോ. അവരുടെ വിചാരം നമ്മളിത്. പക്ഷേ ഇത് നമ്മൾ എന്ത് പണി ചെയ്താലും മുട്ടിയും മുന്നതിനെക്കാട്ടിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് അനൗൺസ്മെൻറ്റ്. രാവിലെ ഞാൻ 30 ദിവസമൊക്കെ പോയിട്ടുണ്ട്. ഇലക്ഷൻ വർക്കിന് തുടർച്ചയായിട്ട് പോയിട്ടുണ്ട്. ഇലക്ഷൻ വർക്കിന് ലൈവ് അനൗൺസ്മെൻറ്റ് 30 ദിവസമൊക്കെ പോയിട്ടുണ്ട്. 10-20 രാവിലെ 8 മണിയാകുമ്പോൾ സ്ഥാനാർത്ഥി പറയുക 8 മണിയാകുമ്പോൾ അവിടെ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സൗണ്ടുമായിട്ട് നമ്മളവിടെ ചെല്ലുക. അന്നത്തെ കാലത്തെ സൗണ്ട് സിസ്റ്റം അല്ല ഇന്ന് ഇച്ചിരൂടെ സിസ്റ്റങ്ങൾക്ക് മാറ്റമുണ്ട്. കേൾക്കും. അതിൻ്റെ സിസ്റ്റത്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരുമാതിരി നല്ല സൗണ്ട് സിസ്റ്റമായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ബഹുമാന്യനായ ചെങ്ങന്നൂർ MLA, അതായത് ഇന്നത്തെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ഞാനൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന സഹിച്ചായൻ്റെ വർക്കായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹമൊക്കെ എന്നെ ഒരുപാട് അഭിനന്ദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹമൊക്കെ എന്നെ അവിടെ കൊള്ളാവിടെ നല്ല രസമുണ്ടെന്ന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ ഇപ്പം നമ്മുടെ ശബ്ദം വെച്ചിട്ട് ഇവർക്ക് വേണ്ടി അനൗൺസ് ചെയ്യും, അവർ വിജയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അയ്യോ, അത് ഒരാൾ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ 2-3 വർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഡബ് ചെയ്ത് കൊടുത്താൽ. അപ്പം അതിൻ്റെ വാങ്ങിച്ചുകൊണ്ട് പോയ കുട്ടികളതിന് പറഞ്ഞത് ഷനോസേട്ട സൂപ്പറായിട്ട് ചെയ്ത് തന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ഒരു സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്നൊന്നും നമുക്ക് അംഗീകാരം കിട്ടാറില്ല. നമ്മൾ ഇപ്പം ഏതൊരു ഉത്സവപ്പറമ്പിലായാലും ഏതൊരു ഘോഷയാത്രയ്ക്കായാലും എവിടായാലും ഞങ്ങളെപ്പോലുള്ള അനൗൺസർമാർ ഈ ജനങ്ങളെ അറിയിക്കാനും അവരെത്തണമെന്ന് അറിയിക്കുന്നത്. നമ്മളിങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിലാണ് ഇത്രയും പ്രാധാന്യമുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരുപക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ ഇത് കാണുമ്പോഴായിരിക്കും അനൗൺസ്മെൻറ്റിന് ഇത്രയും പ്രാധാന്യം ഉണ്ടല്ലോ. കാരണം ഒരു അനൗൺസ്മെൻറ്റ് പോലും ഇല്ലാതെ ഒരു ഇലക്ഷനും കടന്നു പോയിട്ടില്ല. ഈ ഇലക്ഷന് ഏറ്റവും കൂടുതൽ പേര് പറയുന്ന ആരാ? ഈ അനൗൺസർമാർ. എന്നെപ്പോലുള്ള ചെറിയ അനൗൺസർമാർ വണ്ടി കയറി ഇരുന്നുകൊണ്ട് ഇന്നാളെ വിജയിപ്പിക്കണം, സ്നേഹനിധികളായ അച്ഛനമ്മമാർ, സഹോദരന്മാർ, നമ്മുടെ പ്രിയ മകൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ കടന്നു വരുന്നു, സഖാവ് കടന്നു വരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആയാലും BJP യുടെ ആയാലും നമ്മൾ ചിഹ്നം നോക്കാതല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് ചോദിക്കാനാണ് വന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും തലേന്ന് ചിലപ്പം BJPക്ക് ആയിരിക്കും അനൗൺസ് ചെയ്തത്, അല്ലെങ്കിൽ CPM-നായിരിക്കും. എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു പത്രത്തിൽ കഴിഞ്ഞ ഇലക്ഷന് പത്രത്തിൽ ന്യൂസ് വന്ന ഇതുപോലൊരു ഇൻ്റർവ്യൂ ചെയ്ത് കൊടുത്ത് വന്ന, അതായത് ബഹുമാന്യനായ നൈനാം കോശി പ്രൊഫസർ PJ കുര്യൻ സാറും കൂടെ ഇവിടെ മത്സരിച്ച കാലഘട്ടം. അന്ന് രാവിലെ മുതൽ ഞാൻ പ്രൊഫസർ PJ കുര്യൻ സാറിൻ്റെ വണ്ടിയിലായിരുന്നു അനൗൺസ്മെൻറ്റ്. രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ വിളിച്ച്, എൻ്റെ പാർട്ടിക്കാർ സുഹൃത്തുക്കളുണ്ട്, അവരെന്നെ വിളിച്ച് നേരെ നയനാം കോശിയുടെ വർക്കിന് കയറ്റി. അപ്പോൾ ഈ നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന മൊത്തം PJ കുര്യനാ. അപ്പം നമ്മളിങ്ങനെ ഒരിടത്തുനിന്ന് സ്ഥാനാർത്ഥി പുറകിൽ പോകും. അത് സഹിച്ചാനൊക്കെ ഉണ്ട്, സഹിച്ചറിയാൻ ഇന്നത്തെ മന്ത്രി, അതൊക്കെ വണ്ടിയുടെ പുറകിലുണ്ട് സ്ഥാനാർത്ഥിയും കൊണ്ട്. അപ്പോൾ അവർക്കൊപ്പം ഫ്രണ്ടിൽ പോകുന്ന കൊടുത്ത് ഒരു ഫ്ലെക്സ്, അതായത് ഫ്ലെക്സ് അല്ല, അന്ന് തുണി കൊണ്ടുള്ള ബാൻഡറ വലിച്ചു കെട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പ്രൊഫസർ നയനാം കോശിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് പ്രൊഫസർ PJ കുര്യനെ വഹിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. പെട്ടെന്ന് അത് എന്തായാലും എല്ലാം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടൊന്നും പറഞ്ഞില്ല. അത് അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ. പിന്നെ ഈ ലൈവല്ലേ, സൂക്ഷിച്ച് സംസാരിച്ചില്ല. കഴിഞ്ഞ ഇലക്ഷൻ വർക്കിന് സഹിച്ചറിയാൻ എന്നെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചൊരു ഡയലോഗുണ്ട്. കഴിഞ്ഞ പ്രളയം വന്നപ്പോഴേ സഹിച്ചായൻ ലൈവായിരുന്നല്ലോ.
അന്ന് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് ഇലക്ഷൻ തുടങ്ങി ഒരു ബന്ധമൊക്കെ മുങ്ങിപ്പോയ ഒരു സമയത്ത് പാണ്ടനാട് പ്രദേശം ചാനലിൽ ചർച്ചയിലിരുന്ന് നിലവിളിച്ചു എൻ്റെ ഭയങ്കര അത് അദ്ദേഹം ഉള്ളതുകൊണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പ്രളയത്തിന് അദ്ദേഹം ഉണ്ടായിരുന്ന എല്ലാവരും രക്ഷപ്പെട്ടു. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സാധനം അത് ആരും പറഞ്ഞു തന്നോ അല്ലെങ്കിൽ അന്നേരം എനിക്ക് തോന്നി അല്ല, ഒരു പ്രദേശം പാണ്ടനാട് പ്രദേശത്തോട് ഇങ്ങനെ കടന്നു വന്നു. ഒരു സ്വീകരണ വേളയിൽ ഞാനിങ്ങനെ അനൗൺസ് ചെയ്ത് 2018 പ്രളയം നിങ്ങൾക്ക് മറക്കുവാൻ സാധിക്കുമോ? പമ്പയാറും അച്ചൻകോവിലാറും കലിതുള്ളി ഒഴുകി ഒഴുകി ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ എത്തിയപ്പോൾ ആയിരങ്ങൾ നിലവിളിച്ചപ്പോൾ കടൽ മക്കൾക്കൊപ്പം കടൽ തോണിയിൽ നിലയില്ലാ കയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയവനാണ്, ആയിരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവനാണ്, ആയിരങ്ങൾക്ക് ജീവനും വായുവും നൽകിയവനാണ് സഖാവ്. ആ സഖാവ് സജി ചെറിയാണ് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കും എന്നൊരു സാധനം ഞാൻ കാച്ചി. അപ്പം ഇത് കേട്ട് അദ്ദേഹം പിന്നെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോരുന്നു. അപ്പോൾ അതുപോലെ വേറെ 1-2 എണ്ണം കാച്ചി കഴിഞ്ഞപ്പം പുള്ളി അത് കഴിഞ്ഞ് അടുത്ത പോസ്റ്റ് വന്നിട്ട് എന്നെ വിളിച്ചു വിടാം, കൊള്ളം കേട്ടു, നല്ല ആയിട്ടുണ്ട്, അഭിനന്ദിച്ച് നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് പിന്നെ നമ്മൾ നീ ചെയ്യുന്ന വർക്ക് കൊള്ളാമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. ആ കാര്യത്തിലേക്ക് ഞങ്ങളുടെ സഹിച്ചാൽ എന്നെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ കോൺഗ്രസ്സുകാരും കേട്ടോ, കോൺഗ്രസ്സുകാരും അതുപോലെ BJP-ക്കാർക്കും വർക്ക് ചെയ്ത് കൊടുത്തു. എല്ലാവർക്കും ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുക്കും. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെ ഞാൻ പോത്തുള്ളൂ, അങ്ങനെ ഉള്ളൂ. കാരണം ലൈവ് അനൗൺസ്മെൻറ്റ് ഞാൻ പിന്നെ രാവിലെ വെളുക്കുന്നിടം വരെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ട് ഞാനിപ്പം ഈ കാലഘട്ടത്തിൽ വെളുക്കുന്നിടം വരെ സ്റ്റുഡിയോ വർക്ക് ചെയ്ത് രാവിലെ 6 മണിക്ക് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള അനൗൺസറാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എനിക്ക് ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിമും വെബ് സീരീസും ഒക്കെ. ഇപ്പം അടുത്ത ശ്രീകാന്ത് വെട്ടിയാർന്ന് പറഞ്ഞ അദ്ദേഹത്തെ അറിയാമായിരിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ സുരാജ് ചെട്ടുകുളങ്ങര, പിന്നെ എൻ്റെ കൊല്ലടയിലെ പിന്നെ സുഹൃത്തുണ്ട് ഷീദ് മുഹമ്മദ്, പിന്നെ അങ്ങനെ പിന്നെ ഉതളങ്ങിയ തുരുത്ത്. എനിക്ക് ഒരു അനുഭവം തന്ന അഭിനയത്തിൻ്റെ ഒരു നല്ല ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു സിനിമ സെറ്റപ്പ് പോലെ ചെയ്തു വരുന്നത് ഉതളങ്ങിയ തുരുത്താണ്. അപ്പോൾ ഇതിലെല്ലാം എനിക്ക് വേഷം കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം ഏതെങ്കിലും ഒരു സിനിമയിലും തല കാണിക്കണം. പിന്നെ എൻ്റെ ആഗ്രഹം എനിക്ക് ഇത്ര നല്ല ശബ്ദം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു, മൈക്കിനകത്തൂടെ കേൾക്കുമ്പോൾ എൻ്റെ ശബ്ദം കൊള്ളാം, അത് ഡബ് ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം കൊള്ളാമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും ഒരു ചെറിയ വേഷം കൊല്ലൊന്ന് ഡബ് ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ എന്തായാലും തേടിയെത്തും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ 10-31 വർഷമായിട്ട് അനൗൺസ്മെൻറ്റും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സിനിമയിൽ വേഷം ചെയ്യാനും അതിലൊരു കഥാപാത്രത്തിന് ശബ്ദം നൽകാനും നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഇത് കാണുന്ന ഡയറക്ടേഴ്സ്, സിനിമ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഷാനവാസ് ചേട്ടനെ നെഞ്ചോട് ചേർക്കട്ടെ, അവസരങ്ങൾ നൽകട്ടെ. ഇനിയും കൂടുതൽ അനൗൺസ് ചെയ്യാൻ, ഈ ശബ്ദം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കും. ഇതിൻ്റെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ 100-200-300 പേർക്കുള്ള ഡബ് ചെയ്തത് പത്രത്തിൽ വന്ന കണ്ടിട്ട് നമ്മുടെ നാടൻപാട്ട് കലാകാരൻ ബാനർജി എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു തന്നു. ഇന്ന ആളെ ഇത്ര അനൗൺസ് ചെയ്ത് കേരളത്തിൽ അങ്ങോളമുള്ള അനൗൺസർമാർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ്, അദ്ദേഹം ഇനി ഉന്നതിയിൽ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു വീഡിയോ അദ്ദേഹം ചെയ്തു തന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് വലിയ സങ്കടമായി. എനിക്ക് അനുഭവമുള്ള ഒരുപാട് കൂമ്പാരങ്ങളുണ്ട്. ജീവിത സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കെങ്ങും എത്തിപ്പെടാൻ പറ്റാതെ പോയൊരു എളിയ കൊച്ചു കലാകാരനാണ് ഞാൻ. ഇനി വരും കാലത്ത് മലയാള സിനിമയിൽ ഈ ശബ്ദം നിറഞ്ഞു നിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. നമസ്കാരം.